ഗുഡ് മോർണിംഗ് എവരിവൻ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ പേര് ആരിഫ് എന്നാണ്. വെൽക്യാസ സ്കൂൾ ഓഫ് ഹെൽത്ത് സയൻസിലെ ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൽത്ത് കെയർ ഫീൽഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഫഷണലാണ്. എന്താണെന്നല്ലേ? ഫ്ലെബോട്ടമി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആരാണ് മെയിനായിട്ട് ബ്ലഡ് കളക്ട് ചെയ്യുന്നത്? നഴ്സസും പിന്നെ അതേപോലെ തന്നെ MLT ടെക്നീഷ്യൻസും. അതേപോലെ തന്നെ അതേ പ്രൊഫഷണലിലെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലെബോട്ടമിസ്റ്റ്. അപ്പോൾ ആരാണ് ഈ ഫ്ലെബോട്ടമിസ്റ്റ്? എന്താണ് ഫ്ലെബോട്ടമിസ്റ്റ്? അപ്പോൾ ഫ്ലെബോട്ടമിസ്റ്റ് എന്ന് വെച്ചാൽ എ ട്രെയിൻഡ് സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽ ബ്ലഡ് കളക്ട് ചെയ്ത് ആക്യുറേറ്റ് ആയിട്ട് ലാബിലേക്ക് എത്തിക്കുക. എന്തിന്? ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടി പേഷ്യൻസിന്. അപ്പോൾ അവരെയാണ് ഈ ഫ്ലെബോട്ടമിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലെബോട്ടമിസ്റ്റിൻ്റെ മെയിൻ ഒരു ജോലി എന്ന് പറയുമ്പോൾ എന്താ? ആദ്യം പേഷ്യൻസ് വരും. ഇപ്പോൾ പേഷ്യൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക കറക്റ്റായിട്ട്, അതേപോലെ തന്നെ അവരെ കംഫർട്ട് ചെയ്യുക, ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയേഴ്സ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക, അതിനുശേഷം ബ്ലഡ് കളക്ട് ചെയ്ത് എവിടെ? ലാബിൽ എത്തിക്കുക. അപ്പോൾ ഇതുവരെയാണ് ഫ്ലെബോട്ടമിസ്റ്റിൻ്റെ മെയിൻ പരിപാടികൾ അല്ലെങ്കിൽ മെയിൻ പ്രൊസീജിയേഴ്സ്. ബിഫോർ കളക്ടിങ് ബ്ലഡ് പേഷ്യൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ എന്താ? പേഷ്യൻസിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, ബ്ലഡ് കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം ലേബിൾ ചെയ്യുക, ഈ കളക്ട് ചെയ്ത സാമ്പിൾ കറക്റ്റായിട്ട് ലാബിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോളിൻ്റെ മെഷേഴ്സ് കറക്റ്റായിട്ട് എടുക്കുക, പ്രിക്കോഷൻസ് എടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫ്ലെബോട്ടമിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ സാധാരണ ഒരു ഫ്ലെബോട്ടമിസ്റ്റിൻ്റെ റോൾസ് എന്ന് പറയുമ്പോൾ എന്താ? ബ്ലഡ് എടുക്കൽ മാത്രമല്ല, ഇങ്ങനെയും കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പോൾ എന്താ? ബ്ലഡ് എടുത്ത് ട്യൂബ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ തന്നെ ദ ഹോൾ പ്രൊസീജിയർ ആൻഡ് റിസൾട്ട് വിൽ ബി ഫെയിൽഡ്, അഥവാ തെറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെബോട്ടമി ഈസ് നോട്ട് ജസ്റ്റ് എ സ്കിൽ, ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയർ ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് ഫ്ലെബോട്ടമിസ്റ്റ് എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഫ്ലെബോട്ടമിസ്റ്റ് ആവാം. At Velkasa School of Health Science, we offer a 6 months of certification in phlebotomy program. അപ്പോൾ ഈ കോഴ്സ് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ട്രെയിനിങ്ങും തിയറിയും വെച്ചിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ 2 months ഇൻറ്റേൺഷിപ്പാണ്, ക്ലിനിക്കൽ ഇൻറ്റേൺഷിപ്പാണ് വരുന്നത് ഹോസ്പിറ്റൽസിൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ ഫീൽഡിൽ ടെക്സ്റ്റ് ബുക്ക് നോളജ് മാത്രം പോരല്ലോ. അപ്പോൾ ഹാൻഡ് ഇൻ എക്സ്പീരിയൻസ് ആണ് നിങ്ങളെ മോർ കോൺഫിഡൻറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആക്കുന്നത്. അപ്പോൾ അത് ഇൻറ്റേൺഷിപ്പിൽ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ വാട്ട് വിൽ യു സ്റ്റഡി? എന്താ പറയുക? ഈ കോഴ്സിൽ ആദ്യം പഠിക്കുന്നത് ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജിയാണ്. അപ്പോൾ മെയിനായിട്ട് പറയുന്നത് എന്താ? എസ്പെഷ്യലി സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ ബ്ലഡ് കളക്ട് ചെയ്യാൻ പോകുന്ന പ്രൊഫഷണൽസിന് കോമൺ ആയിട്ട് ആർട്ടറീസ്, വെയിൻസ്, സർക്കുലേറ്ററി സിസ്റ്റം ഇതിനെ പറ്റിയൊക്കെ നല്ല ധാരണ ഉണ്ടാവണം. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ പ്രധാനമായിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കുന്നത് വെനിപഞ്ചർ ടെക്നിക്ക്, ആർട്ടീരിയൽ ടെക്നിക്ക്, കാപ്പിലറി ടെക്നിക്ക്, ഹീൽ പ്രിക്ക് മെത്തേഡ്, ഫിംഗർ പ്രിക്ക് മെത്തേഡൊക്കെയാണ് കോമൺ ആയിട്ട് ഫ്ലെബോട്ടമിയിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്ലഡ് കളക്ഷൻ ട്യൂബ്സ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലഡ് കളക്ഷൻ ട്യൂബ്സിൻ്റെ കളേഴ്സ്, അതിൽ യൂസ് ചെയ്യുന്ന അഡിറ്റീവ്സ്, ആൻറ്റി കോഗുലൻസ്, പിന്നെ സിറിഞ്ചസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ മെയിനായിട്ട് വരുന്നത് പറയുമ്പോൾ ഓർഡർ ഓഫ് ഡ്രോ. പിന്നെ കോമൺലി സ്റ്റുഡൻസ് ഒരു ചോദ്യം ചെയ്യാറുണ്ട്, ഈ എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ട്യൂബ്സ്, അതിൻ്റെ കളേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പോൾ റീസൺ സിമ്പിളാണ്. റോങ് ആയിട്ടുള്ള ട്യൂബ്സ് യൂസ് ചെയ്ത് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്ത് ലാബിൽ എത്തിച്ചാൽ റോങ് ആയിട്ടുള്ള റിസൾട്ട്സ് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് വരണമെങ്കിൽ കറക്റ്റായിട്ടുള്ള ട്യൂബിൽ കളർ കോഡ് അനുസരിച്ച് വേണം നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുക. അപ്പോൾ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യവും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ എന്താ? പേഷ്യൻസിൻ്റെ സേഫ്റ്റിയും നമ്മുടെ സേഫ്റ്റിയും ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ വേറെ ഒന്നുമില്ല. ഹാൻഡ് ഹൈജീൻ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെൻറ്റ്സ്, യൂണിവേഴ്സൽ പ്രിക്കോഷൻസ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്, നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി. അപ്പോൾ ഇതൊക്കെ കോമൺ ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ നമ്മൾ കോമൺ ആയിട്ട് മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ് ഒരു ഫ്ലെബോട്ടമിസ്റ്റിന് വേണ്ടിയ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ പേഷ്യൻസ് ഫ്ലെബോട്ടമിസ്റ്റ് ആയിട്ടുള്ള ഒരു കംഫർട്ട് അവിടെ ഫീൽ ചെയ്യത്തുള്ളൂ. പേഷ്യൻസിനെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ പേഷ്യൻസിനെ എങ്ങനെ കംഫർട്ട് ചെയ്യാം, അതേപോലെ തന്നെ ചിൽഡ്രൻസ്, കുട്ടികളെ എങ്ങനെ കാമായിട്ട് ഇരുത്താം, പിന്നെ അതേപോലെ തന്നെ ഫിയർ ആയിട്ടുള്ള പേഷ്യൻസിനെ എങ്ങനെ കാമായിട്ട് ഡീൽ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിലെന്താ മെയിനായിട്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു സ്മൈല് മാത്രം മതി പേഷ്യൻസിൻ്റെ കംഫർട്ട് നമുക്ക് നേടിയെടുക്കുക. അപ്പോൾ പ്രാക്ടിക്കൽ ട്രെയിനിങ്. നൗ ലെറ്റ്സ് ടാക്ക് അബൌട്ട് പ്രാക്ടിക്കൽ സെഷൻ. അപ്പോൾ എങ്ങനെയാണ് പ്രാക്ടിക്കൽസ് കറക്റ്റായിട്ട് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിനുള്ള ഉത്തരവാണ് വെൽക്കാസ സ്കൂൾ ഓഫ് ഹെൽത്ത് സയൻസ്. ഇവിടെ എന്താ ഉള്ളത്? പ്രാക്ടിക്കൽസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡൽസ് യൂസ് ചെയ്താണ് ഞങ്ങൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രാക്ടിക്കൽ സെഷൻസ് എന്തിനു ഗുണം ചെയ്യും? സ്റ്റുഡൻസിന് കൂടുതൽ കോൺഫിഡൻസ് നൽകാനായിട്ടുള്ള ഗുണം ചെയ്യും. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? ഇതിന് ശേഷം പ്രാക്ടിക്കൽ സെഷന് ശേഷം വെൽക്കാസ എന്ത് ഓഫർ ചെയ്യുന്നുണ്ട്? 2 months ഇൻറ്റേൺഷിപ്പ് പല ഹോസ്പിറ്റൽസിൽ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റൽസിൽ ഇൻറ്റേൺഷിപ്പിന് പോകുന്ന കുട്ടികൾ എന്താ ചെയ്യുന്നത്? ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ നിന്നിട്ടുള്ള പേഷ്യൻസ് ഐഡൻറ്റിഫിക്കേഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ്, പ്രൊഫഷണലിസം, അതേപോലെ തന്നെ ബ്ലഡ് കറക്റ്റായിട്ട് ക്യാരി ചെയ്യുന്നത്, ലബോറട്ടറിയിലേക്ക് എത്തിക്കുന്നത്,
അപ്പോൾ അങ്ങനെയുള്ള കറക്റ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് അതിൽ നിന്ന് തന്നെ ലഭിക്കും. അപ്പോൾ അതാണ് ഒരു കറക്റ്റായിട്ടുള്ള ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ്സുകൾ. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് പീരീഡിൽ സ്റ്റുഡൻസ് എന്താ പഠിക്കുന്നത്? ബ്ലഡ് കളക്ഷൻ, പേഷ്യൻസ് ഐഡൻറ്റിഫിക്കേഷൻ, പ്രിപ്പയറിങ് എക്വിപ്മെൻറ്റ്സ്, അതേപോലെ തന്നെ സാമ്പിൾ ലേബൽ, പിന്നെ ബ്ലഡ് കളക്ട് ചെയ്ത ശേഷം ഈ സാമ്പിൾ ലാബിലോട്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്, ഡോക്യുമെൻറ്റേഷൻ, അതേപോലെ തന്നെ പ്രൊഫഷണൽ ബിഹേവിയേഴ്സ്. ഈ ഇൻറ്റേൺഷിപ്പ് കഴിയുമ്പോൾ തന്നെ സ്റ്റുഡൻസിൻ്റെ ഉള്ളിലുള്ള കോൺഫിഡൻസ് വളരെ വലുതാവും. അപ്പോൾ അത് അവർക്ക് എന്ത് ചെയ്യും? ഫ്യൂച്ചറിൽ നല്ലൊരു ഫ്ലബോട്ടമിസ്റ്റ് ആവാനുള്ള ബെനിഫിറ്റ്സ് കൂടുതലാണ്. ഇനി അടുത്ത നമുക്ക് പറയാൻ പോകുന്നത് കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയാണ്. അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലേസസ് എവിടെയൊക്കെയാണ്? ഹോസ്പിറ്റൽസ്, ബ്ലഡ് ബാങ്ക്സ്, അതേപോലെ തന്നെ ഫ്ലബോട്ടമിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, നഴ്സിംഗ് ഹോംസ്, മെഡിക്കൽ ക്ലിനിക്സ്. അപ്പോൾ ഇവിടെയൊക്കെ വളരെ നല്ല രീതിക്കുള്ള ജോബ് ഗൈഡൻസ് ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഹെൽത്ത് കെയർ സെക്ടേഴ്സ് ഡേ ബൈ ഡേ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽസായിട്ടുള്ള ഫ്ലബോട്ടമിസ്റ്റിൻ്റെ ഡിമാൻഡും ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ? ഹു ക്യാൻ ജോയിൻ? അപ്പോൾ ആർക്കൊക്കെ ഫ്ലബോട്ടമിസ്റ്റ് ആവാം, അതിനുള്ള ജോയിൻസ് ആർക്കൊക്കെ കിട്ടുമെന്നാണ്. അപ്പോൾ അതിലെന്താ ചെയ്യേണ്ടത്? +2 കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും ഫ്ലബോട്ടമിസ്റ്റിന് വേണ്ടിയുള്ള ഇത് അപ്ലൈ ചെയ്യാം. അത് ആർക്ക് വേണമെങ്കിലും ഫ്ലബോട്ടമിസ്റ്റ് ആവാനായിട്ടുള്ള ഇത് പഠിക്കാം. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള മെഡിക്കൽ നോളജ് ഇല്ലെങ്കിലും ടെൻഷൻ വേണ്ട. നമ്മൾ തിയറിയും പ്രാക്ടിക്കലും കമ്പൈൻ ചെയ്താണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബേസിക്സിൽ നിന്നും തുടങ്ങി തിയറിയും പ്രാക്ടിക്കൽസും കമ്പൈൻ ചെയ്താണ് വെൽക്യാസയിൽ സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് ഇൻറ്റേൺഷിപ്പോട് കൂടി പുറത്തിറക്കുന്നത്. അപ്പോൾ ഇൻഡസ്ട്രി റെഡി ഹെൽത്ത് കെയർ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആക്കാനാണ് വെൽക്യാസ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെയിൻ എയിം. അപ്പോൾ അതിലെന്താ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി, പ്രാക്ടിക്കൽ ലബോറട്ടറി സെക്ഷൻസ്, സ്കിൽ ബേസ്ഡ് ട്രെയിനിങ്, അതേപോലെ തന്നെ ക്ലിനിക്കൽ എക്സ്പോഷർ, അതേപോലെ തന്നെ 2 months ഇൻറ്റേൺഷിപ്പ് അറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ. ഇനി അടുത്ത പ്ലേസ്മെൻറ്റ് അസിസ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ? നോളജ്, സ്കിൽ ഡെവലപ്മെൻറ്റ്, കോൺഫിഡൻസ്, ഇതെല്ലാം സ്റ്റുഡൻസിന് ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ വൈ ചൂസ് വെൽക്യാസ? വൈ ഷുഡ് യു ചൂസ് വെൽക്യാസ സ്കൂൾ ഓഫ് ഹെൽത്ത് സയൻസ്? അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചാൽ ബിക്കോസ് നമ്മൾ സ്റ്റുഡൻസിനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ മാത്രമല്ല പഠിപ്പിക്കുന്നത്, അവരെ സ്കിൽ ബൈ സ്കില്ലായിട്ട് ഡേ ബൈ ഡേ സ്കില്ലും പ്രൊഫഷണലും കൂടി തിയറിയും ഉൾപ്പെടെ പഠിപ്പിച്ച് ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോളജ്, സ്കിൽസ്, കോൺഫിഡൻസ്, അപ്പോൾ ഇത് മൂന്നും ഡെവലപ്പ് ചെയ്യുന്നതാണ് വെൽക്യാസ സ്കൂൾ ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. സോ ഹെൽത്ത് കെയർ ഫീൽഡിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷനാണ് വേണ്ടതെങ്കിൽ പ്ലീസ് ചൂസ് വെൽക്യാസ സ്കൂൾ ഓഫ് ഹെൽത്ത് സയൻസ്. അപ്പോൾ അഡ്മിഷൻസ് ആർ ഓപ്പൺ നൗ. കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷനുമായിട്ടുള്ള എൻക്വയറിക്കും വേണ്ടി ക്യാമ്പസ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ അഡ്മിഷൻ ടീമിനെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. അപ്പോൾ ഹാവ് എ വണ്ടർഫുൾ ഡേ.